ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും RAZZ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസിൻ്റെ 3 ഉപയോഗങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ, നമ്മളെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് മ്യൂട്ട് ചെയ്യുകയാണ്, സൗണ്ട് മ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ ഉദാഹരണമായി ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് മ്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു 3 വരയായിട്ട് ഒന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് ഇടതുവശത്ത് സൗണ്ടിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പ്ലേ ചെയ്താൽ ഇവിടെ സൗണ്ട് ഇല്ലാതെ ഇത് പ്ലേ ആവുന്നത് കാണാവുന്നതാണ്. ശേഷം ഇത് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സേവ് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഉപയോഗിച്ച് ഏതെങ്കിലും വീഡിയോസ് എടുത്താൽ അത് തീർച്ചയായും നമുക്ക് ഇളക്കവും മറ്റും അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഇളക്കവും മറ്റും ഒന്നുമില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ഇളക്കമൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടി ഗൂഗിൾ ഫോട്ടോസ് എടുത്ത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതുപോലെ സെലക്ട് ചെയ്ത് ശേഷം ഇവിടെ വലത് സൈഡിലൊരു പെട്ടി കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞ് കാണാവുന്നതാണ്. സ്റ്റെബിലൈസ് മുഴുവനും ആകുന്നതുവരെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സ്റ്റെബിലൈസ് ആയാൽ നമുക്ക് ഈ വീഡിയോയിന് ഒരു ഇളക്കവും മറ്റുമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ വീഡിയോ കിട്ടുന്നതാണ്. ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിൻ്റെ സൗണ്ട് ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും കൂടിയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച സ്ഥലത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടിയിലായിട്ടൊരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി എക്സ്പോർട്ട് ഫ്രെയിം എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രീൻഷോട്ട് നല്ല ക്ലിയറിൽ തന്നെ സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.